ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്ക് കണ്ടോ? അതേ മൈക്ക് എൻ്റെ സുഹൃത്തുക്കൾ പലരും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് മൈക്ക് നമ്മുടെ ആ ഡിവൈസ് ഫോണിൽ കണക്ട് ചെയ്തിട്ടും ഈ മൈക്ക് വർക്ക് ആകുന്നില്ല. ഇതാണ് നമ്മൾ ഫോൺ കണക്ട് ചെയ്യുന്ന ഡിവൈസ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മൈക്കായിട്ട് സിങ്ക് ആയി ഇത് ലൈറ്റ് സ്റ്റേബിൾ ആവേണ്ടതാണ്. ഇത് ഡിവൈസ് ഞാൻ എടുത്ത് കാണിക്കുകയാണ് നിങ്ങളെ. ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തി കത്തി നിൽക്കുകയാണ്, അതായത് മിന്നി മിന്നി നിൽക്കുകയാണ്. ഇത് സ്റ്റേബിൾ ആകുന്നില്ല. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഈ കണക്ഷൻ സ്റ്റേബിൾ ആയിട്ട് കിട്ടും, എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ എന്താ ഫോൺ ഓൺ ചെയ്തു, എന്നിട്ട് സെറ്റിങ്സിൽ നമ്മൾ പോയി. സെറ്റിങ്സ് നമ്മളൊക്കെ ഇതുപോലെ ഷട്ടർ താത്തു കഴിഞ്ഞാൽ തന്നെ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സെർച്ച് ബാറിൽ നമ്മൾ OTG എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം. OTG എന്ന് സെർച്ച് ചെയ്യുമ്പോൾ OTG കണക്ഷൻ എന്ന് പറഞ്ഞു വരും. OTG കണക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം OTG കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ സ്വിച്ച് കാണും. അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്യുക. ഓഫായി കിടക്കുകയാണിത്. അപ്പോൾ ആ ടേൺ ഓൺ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് സ്റ്റേബിൾ ആയിട്ട് വീണ്ടും കണക്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ മാത്രമേ ആ മൈക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുള്ളൂ. ഇത് നിങ്ങൾക്ക് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഈ മൈക്കും ഇത് ഓഫ് ചെയ്യാണ്. ഞാൻ വീണ്ടും ഓഫ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഡിവൈസ് ഞാൻ ഇപ്പോ ഇത് കണക്ട് ചെയ്തിട്ട് ആ ഒരു ഇതിനകത്ത് നിൽക്കുകയാണ് ലൈറ്റ് ഗ്ലോ ആയിട്ട്. ഇപ്പൊ നമ്മൾ ആ ഡിവൈസ് ഊരി, അപ്പൊ വീണ്ടും ഇത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മൈക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചുമലയും പച്ചയായിട്ട്. നമ്മൾ ആ ഡിവൈസ് വീണ്ടും ഒന്നുകൂടെ കണക്ട് ചെയ്തു മൈക്കായിട്ട്. കണക്ട് ചെയ്തിട്ടും ആ ബ്ലിങ്കിങ് മാറുന്നില്ല. ഇപ്പോഴും അത് ബ്ലിങ്ക് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ആ ലൈറ്റ് സ്റ്റേബിൾ ആവുന്ന ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട സ്റ്റേബിൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സ്റ്റേബിൾ ആവുന്നത്. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലുള്ള ഒരു പ്രശ്നത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തപോലെ ചെയ്താൽ മതി, എല്ലാം റെഡിയാവും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.